ഒന്നാമത്തെ പാഠം നമുക്ക് ബാദൽദാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പാഠപുസ്തകത്തിലെ ചിത്രത്തിൽ നോക്കൂ, ഇതിലെന്തൊക്കെയാണ് കാണുന്നത്? മേഘമുണ്ട് അല്ലേ? മേഘമുണ്ട്. ആ മേഘത്തിന് മുകളിൽ ആരൊക്കെയുണ്ട് നോക്കൂ. ഒരു ലടുക്ക ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു ലടുക്കിയുണ്ട് മേഘത്തിന് മുകളിൽ. താഴെ ആരൊക്കെയുണ്ട്? മാൻ, ഹിരണുണ്ട്, മേഢക് തവളയുണ്ട്, സാമ്പ് പാമ്പുണ്ട്, പിന്നെ മോർ മയിലുണ്ട്. മയിലിൻ്റെ അടുത്ത് ആരുണ്ട്? ഒരു ഖർഗോഷ്, ഒരു മുയൽ നിൽക്കുന്നുണ്ട്. പിന്നെ പൗധ, ഒരു ചെടി അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്താണ്? ഒരു പേടാണ്. പേടിൻ്റെ നോക്കൂ, പ്രത്യേകത എന്താണ്? അത് ഇലകളൊന്നുമില്ല, അതിൽ ഉണങ്ങിയ ഒരു മരമാണ്. സൂക്ക പേട്, ഉണങ്ങിയ മരമാണ്. ഈ മൃഗങ്ങളൊക്കെ എന്തിനാണ് മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്? കാരണം അവിടെ മഴയില്ലാത്തത് കൊണ്ടാണ് മരം ഉണങ്ങിയിരിക്കുന്നത്. സൂക്ക പേടായിരിക്കുന്നത് മഴയില്ലാത്തത് കൊണ്ടാണ്. ബാരിഷ് നഹി ഹെ, അതുകൊണ്ട് മേഘത്തിനോട് നമ്മുടെ മൃഗങ്ങളെല്ലാവരും കൂടി മഴ പെയ്യാൻ പറയുകയാണ്. മേഘത്തിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ബാദൽ സെ ക്യാ മിൽത്തി ഹെ? ബാദൽ സെ പാനി മിൽത്തി ഹെ. മേഘത്തിൽ നിന്നും വെള്ളമാണ്, മഴയാണ്, മഴയുടെ രൂപത്തിൽ വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കിട്ടാനാണ് മേഘത്തിനോട് എല്ലാവരും പറഞ്ഞുകൊണ്ട് താഴെ നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ആദ്യത്തെ പേജിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ സൈഡിൽ നോക്കൂ, പാനി നഹി ബറസ്താ ഹെ ജീവൻ എന്നൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. പാനി നഹി ബറസ്താ ഹെ ജീവൻ. പാനി നഹി ബറസ്താ ഹെ ജീവൻ. ജീവൻ ബറസ്താ ഹെ ഈസാ ക്യോം കഹത്തെ ഹെ? വെള്ളമല്ല, ജീവനാണ് പെയ്യുന്നത്. ജീവനാണ് പെയ്യുന്നത് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പാനി, വെള്ളം എന്താണ്? ജീവൻ കാ ആധാർ ഹെ, ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ്. പാനി നഹി തോ ജീവൻ നഹി, വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പെയ്യുന്ന വെള്ളം വെറും വെള്ളമല്ല, അതിനെ നമ്മുടെ ജീവൻ തന്നെയാണ് ഈ പെയ്തിറങ്ങുന്നത്. മഴ പെയ്യുമ്പോൾ വെള്ളമല്ല, നമ്മുടെ ജീവനാണ് പെയ്തിറങ്ങുന്നത് എന്നാണ് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാനി നഹി ബറസ്താ ഹെ ജീവൻ, വെറും വെള്ളമല്ല, നമ്മുടെ ജീവനാണ് പെയ്യുന്നത്. കവിതയുടെ പേര് ബാദൽ ദാനി. ബാദൽ എന്ന് വെച്ചാൽ മേഘം, ദാനി എന്ന് വെച്ചാൽ ദാനിയായ മേഘം ആരാണ് കവിത എഴുതിയിരിക്കുന്നത്? ബാബുലാൽ ശർമ്മ പ്രേം എന്ന കവിയാണ് കവിത എഴുതിയിരിക്കുന്നത്. ചംചം ചമക്കി ബിജലി റാണി. ചംചം എന്ന് വെച്ചാൽ മിന്നി മിന്നി, ചമക്കി തിളങ്ങി, ബിജലി റാണി ഇടിമിന്നൽ. ബിജലി എന്ന് വെച്ചാൽ ഇടിമിന്നൽ മിന്നി മിന്നി തിളങ്ങി, ചംചം ചമക്കി. പിന്നെ അടുത്ത വരി നോക്കൂ, ഉടി ഗഗൻ മേം ഗഡ സുഹാനി. ഉടി എന്ന് വെച്ചാൽ ഉയർന്നു, ഗഗൻ ആകാശം, ആകാശത്തിൽ ഉയർന്നു. ആരാണ്? ഗഡ സുഹാനി. ഗഡ എന്ന് വെച്ചാൽ മേഘം, നല്ല സുഖം തരുന്ന. സുഹാനി എന്ന് വെച്ചാൽ സുഖം തരുന്ന മേഘം ഉയർന്നു. അപ്പോൾ മഴ പെയ്യുന്നതിനേക്കാളും മുൻപുണ്ടാകുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ആദ്യം ബിജലി, ഇടിമിന്നൽ മിന്നിത്തിളങ്ങി, പിന്നെ കാർമേഘം ആകാശത്തേക്ക് ഉയർന്നു എന്നാണ് ആദ്യത്തെ 2 വരിയിൽ പറയുന്നത്. ബാദൽ ദാനി, അല്ലയോ ദാനിയായ മഴമേഘമേ. ഗൂബ് ജമാജം ബറസോ പാനി. ഗൂബ് എന്ന് വെച്ചാൽ ധാരാളം, ജമാജം ശക്തിയായി, ബറസോ പാനി മഴ പെയ്യിക്കൂ. പാനി ബറസ്ന എന്ന് വെച്ചാൽ മഴ പെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ താഴെ നിൽക്കുന്ന മൃഗങ്ങൾ മേഘത്തിനോട് യാചിക്കുകയാണ്, ധാരാളം ശക്തിയായി മഴ പെയ്യിക്കൂ, അല്ലയോ ദാനിയായ മേഘമേ, ധാരാളം ശക്തിയായി മഴ പെയ്യിക്കൂ എന്ന് താഴെയുള്ള മൃഗങ്ങൾ പറയുകയാണ്. അതാണ് ആദ്യത്തെ 4 വരിയിൽ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബിജലി, ഇടിമിന്നൽ മിന്നിത്തിളങ്ങി, നല്ല സുഖം തരുന്ന മേഘങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു, ധാരാളം ശക്തിയായി മഴ പെയ്യിക്കൂ എന്ന് പറയുകയാണ്. അടുത്ത 4 വരി നോക്കൂ, പ്യാസി ചിടിയ പ്യാസി ഗയ്യ. ചിടിയ എന്ന് വെച്ചാൽ പക്ഷി, പ്യാസി ദാഹിച്ച, പക്ഷി ദാഹിച്ചിരിക്കുകയാണ്. പിന്നെ ഗയ്യ എന്ന് വെച്ചാൽ ഗായ്, പശുവാണ്, പശു ദാഹിച്ചിരിക്കുകയാണ്, പക്ഷികൾ ദാഹിച്ചിരിക്കുകയാണ്. ഖാലി ഹേ സബ് താൽ തലയ്യ. താൽ തലയ്യ എന്ന് വെച്ചാൽ കുളവും ജലാശയങ്ങളും. എന്താണ്? എല്ലാ കുളങ്ങളും ജലാശയങ്ങളും. സബ് താൽ തലയ്യ എന്ന് വെച്ചാൽ എല്ലാ കുളങ്ങളും ജലാശയങ്ങളും. ഖാലി ഹെ, ഒഴിഞ്ഞു കിടക്കുകയാണ്, വരണ്ട് കിടക്കുകയാണ്, കാരണം വെള്ളമില്ല. സൂക്കേ ഘാട്ട് പടി ഹേ നയ്യ. നയ്യ എന്ന് വെച്ചാൽ തോണി, നാവാണ്. അതെവിടെയാണ് കിടക്കുന്നത്? ഘാട്ട്, കടവിലാണ് കിടക്കുന്നത്. ഘാട്ട് പടി ഹേ നയ്യ, കടവിൽ കിടക്കുന്ന തോണി. എങ്ങനെയുള്ള കടവാണ്? സൂക്കേ ഘാട്ടാണ്, ഉണങ്ങിയ കടവാണ്. സൂക്കേ ഘാട്ട് പടി ഹേ നയ്യ, ഉണങ്ങിയ കടവിലാണ് നമ്മുടെ തോണി കിടക്കുന്നത്, കാരണം വെള്ളമില്ല. ഹുയി മച്ചലിയോം കോ ഹൈറാനി. ഹൈറാനി എന്ന് പറഞ്ഞാൽ ആശ്ചര്യം. നമ്മുടെ മച്ചലി എന്താ? മീനുകൾക്കൊക്കെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് മീനുകളൊക്കെ. കാരണം എന്താ? പുഴയിൽ കുറഞ്ഞു വരുന്ന ജലം കണ്ടിട്ട് അവരൊക്കെ ആകെ പേടിച്ച് ആശ്ചര്യപ്പെട്ട് ഇരിക്കുകയാണ്. ബാദൽ ദാനി അല്ലയോ മഴമേഘമേ. കാരണം എന്താണ്? ചിടിയ ഗയ്യ ഒക്കെ ദാഹിച്ചിരിക്കുകയാണ്. പ്യാസി ഹേ ചിടിയ ഓർ ഗയ്യ. പിന്നെ താൽ തലയ്യ ഖാലി ഹേ, കുളങ്ങളൊക്കെ ഖാലിയാണ്. സൂക്കേ ഘാട്ട് പടി ഹേ നയ്യ,
ഉണങ്ങിയ കടവിലാണ് നമ്മുടെ തോണി കിടക്കുന്നത്. മത്സ്യങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ധാരാളം മഴ പെയ്യിക്കൂ എന്ന് പറയുകയാണ്. സാഗർ സേ ഭർ ഭർ ജൽ ലാത്തെ, സമുദ്രത്തിൽ നിന്നും ധാരാളം ഭർ നിറയെ ജൽ ലാത്തെ ജലം കൊണ്ടുവരൂ. ഗാവ് ഗാവ് മേ രസ് ബർസാത്തെ, ഗാവ് എന്താ ഗ്രാമങ്ങൾ തോറും, രസ് ബർസാന എന്ന് വെച്ചാൽ പാനി ബർസാന എന്നാൽ അതേ അർത്ഥമാണ്. ഗ്രാമങ്ങൾ തോറും മഴ പെയ്യിക്കൂ എന്ന് പറയുകയാണ്. അപ്പം എന്താണ് മേഘത്തിനോട് പറയുന്നത്? സാഗർ സേ, സമുദ്രത്തിൽ നിന്നും, ഭർ ജൽ ലാത്തെ നിറയെ ജലം കൊണ്ടുവരൂ. ഗാവ് ഗാവ് മേം രസ് ബർസാത്തെ, ഗ്രാമങ്ങൾ തോറും മഴ പെയ്യിക്കൂ. സബ് ജീവോം കി പ്യാസ് ബുജാത്തെ, സബ് ജീവ് എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളും, പ്യാസ് ബുജാന ദാഹം മാറ്റുക, എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം അകറ്റൂ എന്ന് മേഘത്തിനോട് പറയുന്നു. അങ്ങനെ ധർത്തി ഹോ ജാത്തി ഹേ ധാനി, ധർത്തി ഭൂമി, ധാനി എന്ന് വെച്ചാൽ പച്ചപ്പ്, ഭൂമി പച്ചപ്പുള്ളതായി മാറുന്നു. എന്താണ്? ധാരാളം മഴ പെയ്യിക്കും, അങ്ങനെ ഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റൂ എന്ന് മേഘത്തിനോട് പറയുകയാണ്. സമുദ്രത്തിൽ നിന്ന് ധാരാളം ജലം കൊണ്ടുവന്ന് ഗ്രാമങ്ങൾ തോറും മഴ പെയ്യിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം അകറ്റി ഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റൂ എന്ന് ബാദൽ ദാനിയോട് പറയാണ്. ബാദൽ ദാനി. അവസാനത്തെ വരികൾ നോക്കൂ. ഫസൽ ദാൻ കി ഗേത്തോ മഹ്കെ, എന്താണ്? ധാരാളം മഴ പെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫസൽ വിള, ദാൻ എന്ന് വെച്ചാൽ ധാന്യം, ഗേത്ത് വയൽ, മഹ്കെ എന്ന് വെച്ചാൽ മണം പരക്കുക, വയലുകളിലെല്ലാം ധാന്യവിളകളുടെ മണം പരക്കട്ടെ. രാഹ് ഘാട്ട് ഹരിയാലി ലഹ്കെ, ഘാട്ട് എങ്ങനെയായിരുന്നു? നമ്മുടെ സൂക്കെ ഘാട്ടായിരുന്നു, ഉണങ്ങിയ കടവായിരുന്നു. ആ കടവിലേക്കുള്ള വഴി, രാഹ് എന്ന് വെച്ചാൽ വഴികളെല്ലാം എന്താണ്? ഹരിയാലി പച്ചപ്പ്, ലഹ്കെ എന്ന് പറഞ്ഞാൽ അലയടിക്കട്ടെ. വയലുകളിലെല്ലാം ധാന്യവിളകളുടെ സുഗന്ധം പരക്കട്ടെ, അതായത് ധാരാളം ധാന്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നമ്മുടെ ഘാട്ടിലേക്കുള്ള കടവിലേക്കുള്ള വഴിയിലൊക്കെ പച്ചപ്പ് അലയടിക്കട്ടെ. മൻ കിസാൻ കാ ഗായേ ചഹക്കെ, മൻ മനസ്സ്, കിസാൻ കർഷകൻ, ഗായേ ചഹക്കെ എന്ന് വെച്ചാൽ കർഷകൻ സന്തോഷിക്കുക എന്നാണ് അർത്ഥം. കിസാൻ കാ മൻ ഗായേ ചഹക്കെ എന്ന് വെച്ചാൽ എന്താ? കർഷകൻ സന്തോഷം കൊണ്ട് മതിമറക്കട്ടെ. എന്ത് കണ്ടിട്ട്? ദേക്ക് ദേക്ക് മേടോം തക്ക് പാനി, മേടെന്ന് വെച്ചാൽ വരമ്പ് വരെ, മേട് തക്ക് പാനി, വരമ്പ് വരെ വെള്ളം കണ്ടിട്ട് കർഷകൻ സന്തോഷിക്കട്ടെ എന്നൊക്കെയാണ് ബാദൽ ദാനിയോട് പറയുന്നത്. ബാദൽ ദാനി ഗൂബ് ജമാജം ബർസോ പാനി, ധാരാളം ശക്തിയായി മഴ പെയ്യിക്കൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാദൽ ദാനി എന്ന് പറഞ്ഞ കവിതയിൽ പഠിക്കാനുള്ളത്. ബാദൽ ദാനിയോട് ധാരാളം ശക്തിയായി മഴ പെയ്യിക്കാൻ പറയുകയാണ്. കാരണം നമ്മുടെ പ്യാസി ചിടിയ ഗയ്യും ഒക്കെ ദാഹിച്ചിരിക്കുകയാണ്. പിന്നെന്തൊക്കെയാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? കുളങ്ങളെല്ലാം വറ്റി വരണ്ടിരിക്കുകയാണ്, നമ്മുടെ വരണ്ട കടവിൽ തോണി കിടക്കുകയാണ്, അപ്പോൾ ധാരാളം മഴ പെയ്യിക്കൂ എന്ന് പറയുകയാണ് നമ്മുടെ ബാദൽ ദാനിയോട്. ഇനി ഇതിൽ കുറച്ച് അർത്ഥങ്ങൾ നോക്കാം. ബാദൽ മേഘം, റാണി രാജ്ഞി, ദാനി ദാനം ചെയ്യുന്ന, ചമക്കന തിളങ്ങുക, ബിജലി ഇടിമിന്നൽ, ഗഗൻ ആകാശം, ഗഡ ബാദൽ മേഘം, ഉഡ്ന ഉയരുക, സുഹാനി സന്തോഷപ്രദമായിരിക്കുന്ന, ഖൂബ് ധാരാളം സമൃദ്ധമായി എന്നാണ് അർത്ഥം. പ്യാസ് ബുജാന ദാഹം ശമിപ്പിക്കുക, ധർത്തി ഭൂമി, ധാനി പച്ചപ്പ്, ഫസൽ വിള, ധാൻ ധാന്യം, ഖേത്ത് പാടം, മഹ്കന എന്ന് വെച്ചാൽ സുഗന്ധം പരക്കുക, രാഹ് വഴി, ഹരിയാലി പച്ചപ്പ്, കിസാൻ കർഷകൻ, ലഹ്കന എന്ന് വെച്ചാൽ അലയടിക്കുക, സാഗർ സമുദ്ര കടൽ, ഭർണ നിറയ്ക്കുക, ലാന കൊണ്ടുവരിക, ഗാവ് ഗ്രാമം, രസം എന്ന് വെച്ചാൽ മഴത്തുള്ളി, സബ് ജീവ് എല്ലാ ജീവജാലങ്ങളും, രാഹ് രാസ്ത വഴി, മേട് എന്ന് വെച്ചാൽ വരമ്പ്, പാടത്തിൻ്റെ വരമ്പ്, മൻ ഗായേ ചഹക്കെ, മൻ ഖുഷ് ഹോ ജായേ ആഹ്ലാദിക്കുക എന്നാണ് അർത്ഥം. പിന്നെ നമ്മുടെ ആ ചിത്രത്തിൽ ബതക്ക് ഉണ്ടായിരുന്നു, താറാവ് ഉണ്ടായിരുന്നു, ബന്ദർ ഉണ്ടായിരുന്നു, കുരങ്ങൻ, വ്യാധ് പതങ്ക് തുമ്പിക്ക് എന്താ പറയുന്നത്? വ്യാധ് പതങ്ക്. നയ്യ എന്ന് വെച്ചാൽ തോണി എന്നാണ് അർത്ഥം, നാവ്, മച്ചലി മത്സ്യം, ഹൈറാനി അത്ഭുതം ആശ്ചര്യം, വറീസ് എന്ന് പറയും. ജമാജം ശക്തിയായി, ബർസന പെയ്യുക, പാനി വെള്ളം, പ്യാസി ദാഹിക്കുന്ന, ഗയ്യ എന്ന് വെച്ചാൽ ഗായ് പശു, ചിടിയ പക്ഷി, ഖാലി ഒഴിഞ്ഞ, താൽ കുളം, തലയ്യ എന്ന് വെച്ചാൽ ചെറിയ കുളം, സൂഖ എന്ന് വെച്ചാൽ ഉണങ്ങിയ, ഘാട്ട് കടവ്.
ഇനി ഈ പാഠത്തിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചിത്രമേ കോൻ കോൻ ഹേ, ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? നമ്മുടെ ആദ്യത്തെ ചിത്രത്തിൽ കണ്ട പോലെ തന്നെ ചിത്രത്തിൽ ലഡുക്ക ആൺകുട്ടിയുണ്ട്, ലടുക്കി പെൺകുട്ടിയുണ്ട്, ബാദൽ മേഘം, ചിടിയ പക്ഷി, സൂക്കാപ്പേട് ഉണങ്ങിയ മരമുണ്ട്, മോർ മയിൽ, ഹിരൺ മാൻ, സാമ്പ് പാമ്പ്, ഖർഗോഷ് മുയൽ, മേഢക് തവള, പൗധ ചെടി എന്നിവയൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, പേട് കൈസാഹെ, മരം എങ്ങനെയുള്ളതാണ്? ഉത്തരം സൂക്കാ ഹുവാഹെ, ഉണങ്ങിയതാണ്. മരം ഉണങ്ങിയതാണ്. സൂക്കാപ്പേട് എന്ന് വെച്ചാൽ ഉണങ്ങിയ മരം. മൂന്നാമത്തെ ചോദ്യം, പേട് സൂക്കാ ഹുവാഹെ, മരം ഉണങ്ങിയതാണ്. ക്യോം, എന്തുകൊണ്ടാണ് മരം ഉണങ്ങിയിരിക്കുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ബാരിഷ് ന മിൽനേസെ, ബാരിഷ് മഴ, ന മിൽനേസെ മഴ ലഭിക്കാത്തതിനാലാണ് നമ്മുടെ മരം ഉണങ്ങിയിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ചിത്രയ്ക്ക് ജീവ് ക്യാ ദേഖ് രഹേ ഹെ, ചിത്രത്തിലെ ജീവികൾ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്? ഉത്തരം ബാദൽ കോ, മേഘത്തിനെ. ചിത്രത്തിലെ ജീവികളെല്ലാം തന്നെ മേഘത്തിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യാൻ മേഘത്തിനോട് പറയുകയാണ് ചിത്രത്തിലെ ജീവികൾ ചെയ്യുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ക്യാ വേ ബാദൽ സേ കുച്ച് മാംഗ് രഹേ ഹെ, ക്യാ വേ, എന്താണ് അവർ, ബാദൽ സേ, ബാദലിനോട്, കുച്ച് മാംഗ് രഹേ ഹെ, എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും ആവശ്യപ്പെടുന്നുണ്ട്. ബാദൽ സേ പാനി മാംഗ് രഹേ ഹെ, മേഘത്തിനോട് വെള്ളമാണ് ആവശ്യപ്പെടുന്നത്. മാംഗന എന്ന് വെച്ചാൽ ആവശ്യപ്പെടുക എന്നാണ് അർത്ഥം. ആറാമത്തെ ചോദ്യം, ആസ്മാൻ മേ ക്യാ ചമക്തി ഹെ, ആകാശത്ത് എന്താണ് തിളങ്ങുന്നത്? ബിജ്ലി, ഇടിമിന്നലാണ് ആകാശത്ത് തിളങ്ങുന്നത്. ഏഴാമത്തെ ചോദ്യം, ബിജ്ലി റാണി കൈസേ ചമക്തി ഹെ, എങ്ങനെയാണ് ബിജ്ലി റാണി തിളങ്ങുന്നത് എന്ന്? ഉത്തരം ചം ചം ചമക്കി ബിജ്ലി റാണി, ബിജ്ലി റാണി മിന്നി മിന്നിയാണ് തിളങ്ങുന്നത്. എട്ടാമത്തെ ചോദ്യം, ഗഗൻ മേം ക്യാ ഉടി ഹെ, ആകാശത്തേക്ക് എന്താണ് ഉയർന്നത്? ഘടാ ഉടി, മേഘമാണ് ആകാശത്തേക്ക് ഉയർന്നു വന്നത്. അടുത്ത ചോദ്യം, കോൻ പ്യാസി ഹെ, പ്യാസ് എന്ന് വെച്ചാൽ ദാഹം, ആരാണ് ദാഹിച്ചിരിക്കുന്നത്? കവിതയിൽ പ്യാസി ഗയ്യ പ്യാസി ചിടിയ എന്ന വരികളുണ്ട്. ആരൊക്കെയാണ്? ചിടിയയും ഗയ്യയും, പക്ഷിയും പശുവുമാണ് ദാഹിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, നയ്യ കഹാം പടി ഹെ, തോണി എവിടെയാണ് കിടക്കുന്നത്? ഘാട്ട് പർ, സൂക്കിയ ഘാട്ട് പർ ആണ് നമ്മുടെ തോണി കിടക്കുന്നത്. അടുത്ത ചോദ്യം, ബാരിഷ് കെ ന ബറസ്നെ സെ കോൻ കോൻ പരേഷാൻ ഹെ, മഴ ലഭിക്കാത്തതിനെ തുടർന്ന് ആരൊക്കെയാണ് വിഷമിച്ചിരിക്കുന്നതെന്ന്? പരേഷാൻ എന്ന് വെച്ചാൽ ആരൊക്കെയാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് എന്ന്? ഉത്തരം ചിടിയ, ഗായ്, മച്ചലിയ, പക്ഷികളും പശുവും മത്സ്യങ്ങളുമെല്ലാം മഴ ലഭിക്കാത്തതിനെ തുടർന്ന് വിഷമിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം, സാഗർ സെ കോൻ കോൻ ജൽ ബർ ലാത്തെ, ആരാണ് സമുദ്രത്തിൽ നിന്നും ജലം കൊണ്ടുവരുന്നത്? സാഗർ സെ കോൻ ജൽ ബർ ലാത്തെ ഹെ, സാഗർ സെ ബാദൽ ജൽ ബർ ലാത്തെ ഹെ, ബാദലാണ്, മേഘമാണ് സമുദ്രത്തിൽ നിന്നും ജലം നിറച്ച് കൊണ്ടുവരുന്നത്. അടുത്ത ചോദ്യം, ബാദൽ കഹാം രസ് ബർസാത്തെ ഹെ, മേഘം എവിടെയാണ് മഴ പെയ്യിക്കുന്നത്? ബാദൽ ഗാവ് ഗാവ്മേ രസ് ബർസാത്തെ ഹെ, ഗ്രാമങ്ങൾ തോറുമാണ് മഴ പെയ്യിക്കുന്നത്. അടുത്ത ചോദ്യം, ബാദൽ കിസ്കി പ്യാസ് ബുജാത്തെ ഹെ, ബാദൽ മേഘം ആരുടെയാണ് ദാഹം മാറ്റുന്നത് എന്ന്? ബാദൽ സബ് ജീവോം കി പ്യാസ് ബുജാത്തെ ഹെ, ബാദൽ എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം അകറ്റുന്നു. കോൻ ദാനി ഹോ ജാത്തി ഹെ, ആരാണ് പച്ചപ്പുള്ളതായി മാറുന്നത് എന്നാണ് ചോദ്യം. ധർത്തി ദാനി ഹോ ജാത്തി ഹെ, ഭൂമിയാണ് പച്ചപ്പുള്ളതായി മാറുന്നത്. അടുത്ത ചോദ്യം, ഗേത്ത് ഗേത്ത് മേ ക്യാ മഹക്കെ, വയലുകൾ തോറും എന്തിൻ്റെയാണ് സുഗന്ധം പരന്നത് എന്ന്? ഗേത്ത് ഗേത്ത് മേ ധാൻകി ഫസൽ മഹക്കെ, വിളകളുടെ സുഗന്ധമാണ് വയലുകൾ തോറും പരന്നത്. അടുത്ത ചോദ്യം, ഘാട്ട് കി രാഹ് ക്യാ ലഹക്കെ, കടവിലേക്കുള്ള വഴിയിൽ എന്താണ് അലയടിച്ചത് എന്ന്? ഘാട്ട് കി രാഹ് മേ ഹരിയാലി ലഹക്കെ, പച്ചപ്പാണ്, കടവിലേക്കുള്ള വഴിയിൽ പച്ചപ്പാണ് അലയടിച്ചത്. മൻ കിസാൻ കാ ഗായേ ചഹക്കെ, ഇസ്കാ അർത്ഥ ക്യാ ഹെ, കിസാൻ കാ മൻ ഗായേ ചഹക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കിസാൻ കാ മൻ ഖുഷ് ഹോത്താ ഹെ, കർഷകൻ സന്തോഷിച്ചു എന്നാണ് അർത്ഥം. കിസാൻ കാ മൻ കബ് ഖുഷ് ഹോത്താ ഹെ, എപ്പോഴാണ് കർഷകൻ സന്തോഷിക്കുന്നത്? മേഡോം തക് പാനി ദേഖ് കർ, മേട് വരമ്പ്, വരമ്പ് വരെ വെള്ളം കണ്ടിട്ടാണ് കർഷകൻ സന്തോഷിക്കുന്നത്. സാരേ ജീവജന്തു ബാദൽ സേ ക്യാ കഹത്തെ ഹെ, എല്ലാ ജീവജാലങ്ങളും മേഘത്തിനോട് എന്താണ് പറയുന്നത്? ഖൂബ് ചമാജം ബറസോ പാനി, ധാരാളം ശക്തിയായി മഴ പെയ്യിക്കും എന്നാണ് പറയുന്നത്. മേഡോം തക് ക്യാ ആയ, വരമ്പ് വരെ എന്താണ് വന്നത്?
പാനി വെള്ളമാണ് വരമ്പ് വരെ വന്നത്. അടുത്ത ചോദ്യം ബാദൽ കോ ദാനി ക്യോം കഹാ ഹെ. ബാദലിനെ എന്തുകൊണ്ടാണ് ദാനി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന്. ബാദൽ പാനി കാ ദാൻ കർത്താ ഹെ. എന്താണ്? വെള്ളമാണ് ദാനം ചെയ്യുന്നത്. മേഘം വെള്ളത്തെയാണ് ദാനമായി നൽകുന്നത്. അതുകൊണ്ടാണ് ബാദലിനെ ദാനി എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാദൽ ദാനി കവിത കാ സന്ദേശ് ക്യാ ഹെ. ബാദൽ ദാനി എന്ന കവിതയുടെ സന്ദേശം എന്താണ്? എന്താണ് ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്? പാനി അമൂല്യ ഹെ. ജലം അമൂല്യമാണ്. പാനി ജീവൻ കാ ആധാർ ഹെ. ജലം ജീവൻ്റെ അടിസ്ഥാനമാണ്. പാനി കെ ബിന ജീവൻ സംഭവ് നഹി. വെള്ളമില്ലാതെ ജീവിതം അസാധ്യമാണ്. പാനി കാ സംരക്ഷൺ കർണ ഹമാര കർത്തവ്യ ഹെ. ജലം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇതൊക്കെയാണ് നമ്മൾ ബാദൽ ദാനി എന്ന കവിതയിൽ നിന്ന് പഠിച്ച സന്ദേശം.